നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇക്ക് നേരെ വീണ്ടും ഹൂതി വിമതരുടെ ആക്രമണ ശ്രമം നടന്നതായി റിപ്പോർട്ട്. പുലർച്ചെ യുഎഇയുടെ വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറിയ ഹൂതി വിമതരുടെ 3 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾ ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചതിനാൽ തന്നെ ആളപായം ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏതവസ്ഥയും നേരിടാൻ സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം 1 മാസത്തിനിടെ ഹൂതികൾ നടത്തുന്ന 4ാമത്തെ ആക്രമണ ശ്രമമാണിത്. ഇന്നലെ പുലർച്ചെയായിരുന്നു ആക്രമണ ശ്രമം. വിജനമായ പ്രദേശത്ത് അവശിഷ്ടങ്ങൾ പതിച്ചതിനാൽ തന്നെ ആളപായമില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ മാസം 24-ന് രാവിലെ അബുദാബിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ യമനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം യുഎഇ തകർത്തിരുന്നു. മിസൈൽ ആക്രമണം നടത്താനായി യമനിലെ സായുധ വിമത സംഘമായ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന അൽ ജൗഫിലെ കേന്ദ്രമാണ് യുഎഇ സേന തകർത്തത്. യുഎഇക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യൻ പ്രവാസികൾക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴുണ്ടായ ആക്രമണം രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് യുഎഇയിലെത്തിയതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂതികളുടെ നീക്കമെന്നാണ് ഉയർന്ന ആരോപണം. തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിൽ യുഎഇക്ക് കാര്യമായ നഷ്ടമുണ്ടായില്ല. ആൾതാമസമില്ലാത്ത പ്രദേശത്താണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണത്. ജനുവരി 17-നുണ്ടായ ആദ്യ ഹൂതി ആക്രമണത്തിൽ 2 ഇന്ത്യക്കാരിൽപ്പെടെ 3 വിദേശികളാണ് കൊല്ലപ്പെട്ടത്. ഇതിനുള്ള തിരിച്ചടിയായി യമനിൽ സൗദി സഖ്യസേന ശക്തമായ ആക്രമണം നടത്തി. 12 പേരാണ് അന്ന് യമനിൽ കൊല്ലപ്പെട്ടത്. ഓരോ ആഴ്ചയിലും ഹൂതികൾ യുഎഇക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ ആദ്യ ആക്രമണം ജനുവരി 17-നായിരുന്നു. രണ്ടാമത്തെ ആക്രമണം നടന്നത് ജനുവരി 24-നാണ്. മൂന്നാമത്തെ ആക്രമണം ജനുവരി 31-നും. മിസൈൽ ആക്രമണങ്ങൾ ചെറുക്കാൻ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ കവചം യുഎഇയിലുണ്ട്. ഇതുപയോഗിച്ചാണ് മിസൈലുകൾ തകർക്കുന്നത്. വിദേശ കമ്പനികൾ യുഎഇ വിട്ടു പോകണമെന്ന് ഹൂതി വക്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആക്രമണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 3 ആക്രമണ ശ്രമങ്ങൾ നടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണം നടക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഒട്ടേറെ വിദേശ കമ്പനികൾ പ്രവർത്തിക്കുന്ന രാജ്യം കൂടിയാകുന്നു യുഎഇ. ഈ സാഹചര്യത്തിൽ ഹൂതികളുടെ നീക്കം യുഎഇക്ക് കനത്ത തിരിച്ചടിയായി തന്നെ മാറും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.